ടു സൈലം ലേണിംഗ്. മക്കളെ, ഈ വർഷം നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും ഈസി ആയിട്ടും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അടിപൊളി ചാപ്റ്റർ ആണ് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഈസിയാണ്. ഇപ്പൊ ന്യൂമറിക്കൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പുഷ്പം പോലെ എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സാമിന് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അങ്ങനെ തന്നെ ചോദിക്കാറാണ് എപ്പോഴും പതിവ്. അതായത് ഈ ചാപ്റ്ററിൽ കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക മാത്രമല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ആൻസർ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്കും കൂടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ വാക്വം. ശരിയാണ് അല്ലെ. സൗണ്ടിന് വാക്കത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അത് കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെന്താണ്? ട്രൂ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗണ്ട് ക്യാൻ ട്രാവൽ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ബട്ട് ഇറ്റ് കനോട്ട് ട്രാവൽ ഇൻ വാക്വം എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ അത് ശരിയാണ്. നെക്സ്റ്റ്, ദി നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഓഫ് എ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട് ഇസ് കോൾഡ് ഫ്രീക്വൻസി അല്ലേ. ഇവിടെ വന്നിരിക്കുന്നത് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ? ഫോർ വൺ വൈബ്രേഷൻ ആണ്. ഇത് തെറ്റാണ്. അപ്പൊ അല്ലെ, ഇവിടെ എന്ത് വേണം? ഫ്രീക്വൻസി എന്ന് വേണം. സോ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ്, ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഇസ് ലാർജ്. ആംപ്ലിറ്റ്യൂഡ് ലാർജ് ആണെങ്കിൽ ദ സൗണ്ട് ഇസ് ഫീബിൾ എന്നാ? നോ, സൗണ്ട് ഫീബിൾ അല്ല. സൗണ്ട് വളരെ അല്ലെ ലാർജ് സൗണ്ട് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ ഇതെന്താണ്? ഫോൾസ് ആണ്. നെക്സ്റ്റ്, ഫോർ ഹ്യൂമൻ ഇയേഴ്സ് ദ ഓഡിബിൾ റേഞ്ച് ഈസ്. ഓഡിബിൾ റേഞ്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ച് അല്ലെ. നമ്മൾ പഠിച്ചതാണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ച് ഓഡിബിൾ റേഞ്ച് എന്ന് പറയും. ദാറ്റ് ഈസ് 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെസ്, 20 ഹെഡ്സ് 20,000 ഹെഡ്സ്. സോ ദാറ്റ് ദിസ് ഇസ് ട്രൂ ആണ്. നെക്സ്റ്റ്, lower the frequency of vibration, the higher is the pitch. ശരിയാണോ? അല്ല. higher the frequency of vibration, the higher is the pitch. പിച്ച് കൂടണമെങ്കിൽ ഫ്രീക്വൻസി കൂടണം. so that we can say that ഫ്രീക്വൻസി കൂടിയാൽ ഒരു സൗണ്ടിന്റെ പിച്ച് കൂടും. സോ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. നെക്സ്റ്റ്, unwanted or unpleasant sound is termed as noise ആണ് അല്ലെ. നോയ്സ് ആണ്, മ്യൂസിക് അല്ല. മ്യൂസിക് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസന്റ് സൗണ്ടുകൾ, നമുക്ക് ഇഷ്ടമുള്ള, ആസ്വദിക്കാൻ ഇഷ്ടമുള്ള, നമ്മുടെ ചെവിക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത വളരെ സുന്ദരമായിട്ടുള്ള സൗണ്ടുകളാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആൾക്കാരാണ് നോയ്സ്. സോ ഇതെന്താണ്? ഫോൾസ് ആണ്. നെക്സ്റ്റ്, നോയ്സ് പൊല്യൂഷൻ മേ കോസ് പാർഷ്യൽ ഹിയറിംഗ് ഇമ്പയർമെന്റ്. കറക്റ്റ് ആണ് അല്ലെ. നോയ്സ് പൊല്യൂഷൻ അല്ലെ, നമുക്കറിയാം നമ്മുടെ ചെവിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. സോ ഇതെന്താണ്? ട്രൂ ആണ് അല്ലെ. ട്രൂ ആണ്. നെക്സ്റ്റ്, സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. ഓഫ് കോഴ്സ് സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. സോ ദാറ്റ് ദിസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. സെറ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു ഇക്വേഷന് അതും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ആ ഇക്വേഷൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ളതാണ്. ഫ്രീക്വൻസി. What is frequency? It is a number of vibrations per second. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്താണെടാ? ഹെഡ്സ് അല്ലെ. HZ എന്ന് നമ്മൾ എന്ത് ചെയ്യും? എഴുതി കൊടുക്കും. അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും കൂടെ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൈബ്രേഷൻസ് അല്ലെ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻ. എത്ര വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ടോ അത് നമ്മൾ പറയും നമ്പർ ഓഫ് വൈബ്രേഷൻസ്. നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതിനെടുത്തിരിക്കുന്ന സമയം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ാണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരാളാണ്, അതായത് ക്വസ്റ്റ്യൻ ന്യൂമറിക്കലിൽ ചോദിക്കുന്ന മറ്റൊരാളാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ. അത് വളരെ സിമ്പിൾ ആണ്. 1 ഫ്രീക്വൻസി. കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്താൽ മതി? 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. 1 ഫ്രീക്വൻസി. സെറ്റ് ആണല്ലോ. റെഡി? ആൻഡ് ടൈം പീരീഡിന്റെ യൂണിറ്റ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ദാറ്റ്സ് ദ സെയിം. സെക്കൻഡ് തന്നെയാണ് അല്ലെ. സോ ദാറ്റ് നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. A pendulum oscillates 40 times in 4 seconds. Find the time period and frequency എന്നാണ് നമ്മളോട് എന്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് അല്ലെ. സെറ്റ് ആണല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. സോ ദാറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. A pendulum oscillates 40 times in 4 seconds. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ച് നോക്കാം. സോ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു
നമ്പർ ഓഫ് വൈബ്രേഷൻസ് അല്ലെ, നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. നമ്പർ ഓഫ് വൈബ്രേഷൻസ്, എത്ര വൈബ്രേഷൻസ് അവിടെ ഉണ്ടാകുന്നത്? 40 ആണ് അല്ലെ. അപ്പൊ 40 ഡിവൈഡഡ് ബൈ ഇതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണെടാ? 4 ആണ്. സോ നമുക്ക് എത്ര കിട്ടും? 10 hertz എന്ന ആൻസർ കിട്ടി അല്ലെ. 10 hertz is a frequency here. And we have to find also the time period. So time period is equal to time period is equal to എന്താണ്? 1/f ആണ് അല്ലെ. That is 1/10 എന്ന് പറയുമ്പോൾ we will get 0.1 second. സെറ്റ് ആണല്ലോ. സോ ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറ്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ട് എന്ത് ചെയ്യും? തന്നിട്ട് എന്ത് ചെയ്യും? നമ്മളോട് അതിന്റെ ഏത് പാർട്ടാണ് വൈബ്രേറ്റിംഗ് പാർട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ നമ്മളോട് ഡ്രം അല്ലെ, അതുപോലെ ചെറിയ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കുറച്ച് അല്ലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ധലാക്ക് അല്ലെ, ഇതുപോലെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പരിചയപ്പെടുക തന്നെ വേണം. സോ ദിസ് ഇസ് ധലാക്ക്. ഓക്കെ, ധലാക്ക് ഇതിന്റെ ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുക? നമ്മൾ ഇവിടെ പോയിട്ടാണെങ്കിൽ അടിക്കുക അല്ലെ, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയും സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. എന്താണ്? സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ് ഇതിൻ്റെ വൈബ്രേറ്റ് അല്ലെ. ഈ മെംബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ മെംബ്രെയിന്റെ പ്രത്യേകത ഇങ്ങനെ വലിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തതായിരിക്കും ആ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നില്ല, ആ ഭാഗമാണ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. നെക്സ്റ്റ് ഇത് ഫ്ലൂട്ട് ആണ്. ഫ്ലൂട്ടിന്റെ ഏത് ഭാഗമാണ്? അതിലെ നമുക്കറിയാം ഫ്ലൂട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും? ഊതി കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? എയർ ഉണ്ട് അല്ലെ. എയർ കോളമാണ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്, എയർ കോളം. So here we have the sitar. So that നിങ്ങൾ എന്ത് ചെയ്യണം? സിത്താറിന്റെ ഏത് വൈബ്രേറ്റിംഗ് പാർട്ട് ആണ് എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യുക. ഏത് ഭാഗമാണ് സിത്താറിന്റെ വൈബ്രേറ്റ് ചെയ്യുന്നത് താഴെ കമന്റ് ചെയ്യുക. സോ ദാറ്റ് അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടോ മറ്റ് ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടോ വേണമെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിന് ആൻസർ പറയാൻ മറക്കണ്ട കേട്ടോ. ബൈ, താങ്ക് യു.